എന്റെ ഡിസ്ട്രിക്ട് കോർട്ട് ലോവർ കോർട്ട് മുതൽ ഹൈക്കോർട്ട് വരെ എങ്ങനെയാണ് കേസ് എന്താണ്, IP എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചു. അത് ഈ ആഭ്യന്തര കുറ്റവാളിയാണ്. അതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ 17-ാം തീയതി റിലീസ് ആവാതെ വന്നപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തു, ഒരുപാട് എന്താ പറയാ സുപ്രീം കോടതി വരെ പോയി. പക്ഷെ എന്തോ നല്ലൊരു സാഹചര്യത്തിന് എനിക്ക് ദൈവം പടച്ചോൻ ഇതാണ് വിധിച്ചിരുന്നത്. നല്ലൊരു ഡേറ്റ്, നല്ലൊരു ടൈം, എനിക്ക് ഒരുപാട് കൺട്രികളിൽ പടം റിലീസ് ചെയ്യാൻ പറ്റി. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ ഈ പടം ഇറക്കാൻ പറ്റുള്ളൂ. കാരണം കോടതി വിധി വന്നാലേ ഇത് ഇറക്കാൻ പറ്റൂ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പടച്ചോൻ ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നടന്നു. സന്തോഷം. പിന്നെ എല്ലാവരോടും, ക്രൂവിനോടും നാസിബിനോടും എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരും വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ ചില സമയത്തൊക്കെ ഒറ്റപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോ എന്തായാലും ചില ആൾക്കാര് ഇപ്പൊ എന്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു പുള്ളിയുടെ ഒരു 13 കിലോ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി ഞാൻ വെയിറ്റ് കൂടി, കാരണം എനിക്ക് ടെൻഷൻ വന്നാൽ ഫുഡ് കഴിക്കാനാണ്, അല്ലാതെ വേറൊരു പണി അറിയില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വേറെ വക്കീലിനോട് വളരെ നന്ദിയുണ്ട്. കാരണം സുരേഷ് ആദ്യം മുതൽ എല്ലാ കോർട്ടിലും, നമ്മളിവിടുന്ന് ഡിസ്ട്രിക്ട് ആണെങ്കിലും ജില്ലാ പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്താണെന്ന് പറഞ്ഞു, ഇന്നലെ കിട്ടിയൊരു ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ട്. അഡ്വക്കേറ്റ്സ് കള്ളം പറയും, ശരിയാണത്, ഓക്കെ. പക്ഷെ കോടതിയെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയിലൊക്കെ പോയി വാങ്ങിച്ചത്. അതിന്റെ വിധി ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കോടതി തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോകും, ആരാണ് കാശ് തരാനുള്ളത് അവരുമായിട്ട് കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനോ എന്റെ ബാനറോ അല്ലെങ്കിൽ എന്റെ ക്രൂ ആരും ഇതിനകത്ത് ഒരു സാമ്പത്തികത്തിലും ഇടപെട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി അതിനേക്കാളെല്ലാം ഉപരി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതിനി പബ്ലിക്കിൽ ഓഡിയൻസിൽ കറക്റ്റായിട്ട് റീച്ചായി ഈ സിനിമ ഒരു സക്സസ് ആയാൽ മാത്രമാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും വേണം. താങ്ക് യു. കഴിഞ്ഞ പടം വർക്കാവാതെ ആദ്യമൊക്കെ ഡീപ്പായിട്ട് സംസാരിക്കണമെങ്കിൽ അപ്പം ധ്യാനിന്റെ ഒരു പടം ആദ്യമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ധ്യാൻ പൊതുവെ ഡിജിറ്റൽ മാർക്കറ്റിൽ ഇച്ചിരി റീച്ചുള്ള ആളാണ്. അവര് കണ്ടന്റ് ആവശ്യമുണ്ട്, അപ്പൊ അവരിങ്ങനെ പല കണ്ടന്റും കൊണ്ടുവരും. അത് കുഴപ്പമില്ല. എന്തായാലും ഈ ജഗദീഷേട്ടൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും അറിയിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി, നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും സംഭവിച്ച അപകടം. ഷൈന്റെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഷൈന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അറിയാമല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം, ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോ താങ്ക് യു എല്ലാവരും. ഇനി കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക.